നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ അച്ഛന്റെ പേരിനൊപ്പം മേനോൻ എന്ന് കൂട്ടി പറഞ്ഞു എന്ന് പറഞ്ഞ് ചില ആളുകൾ അത് വിവാദമാക്കിയിട്ടുണ്ട്. സംഭവം വളരെ ലളിതമാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഫുൾ നെയിം ദാമോദര മേനോൻ എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ അദ്ദേഹം മേനോൻ ചേർത്തിട്ടില്ലല്ലോ. ഇതൊരു വിവാദമാക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് വോട്ട് അഭ്യർത്ഥിക്കുന്ന വേളയിലാണ് ഏതെങ്കിലും പ്രസംഗത്തിലോ മറ്റോ ഇത് മെൻഷൻ ചെയ്ത് പറഞ്ഞതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഇതൊരു അഭിമാന നിമിഷമാണ്. നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും മുൻപിലാണ് നമ്മൾ ജീവിതത്തിൽ ഞാൻ വിജയിച്ചു എന്ന് നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ രണ്ടുപേർ, ലോകത്തിലെ തന്നെ ആദ്യത്തെ രണ്ടുപേരെന്ന് പറയുന്നത് നമ്മൾ വിജയിച്ചു, ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു, അല്ലെ ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ ഞാൻ എത്തി എന്ന് നമ്മൾ ബോധ്യപ്പെടുത്താൻ ആദ്യം ആഗ്രഹിക്കുന്നത് നമ്മുടെ അച്ഛനെ അമ്മയായിരിക്കും. അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഈ ലോകത്തില്ലാതെ വരുമ്പോഴുള്ള വേദന വളരെ വലുതാണ്. നമ്മുടെ സൈജു കുറുപ്പ്, അദ്ദേഹം ഇത്രയും വർഷം സിനിമയിൽ അഭിനയിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഹിറ്റായ സമയത്ത് അതിന്റെ ഒരു പ്രസ് മീറ്റ് വെച്ച് അദ്ദേഹം കരഞ്ഞുപോയി. കാരണം അദ്ദേഹത്തിന്റെ സക്സസ് കാണാൻ അച്ഛനില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് പുള്ളി കരഞ്ഞുപോയത്. എന്ന് പറയുന്നത് പോലെ വി.ഡി. സതീശൻ ആയത് കേവലം ഒരു MLA അല്ല. അദ്ദേഹം ഇതുവരെ ഒരു മന്ത്രി പോലും ആയിട്ടില്ല. അദ്ദേഹം MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴൊന്നും ഈ ദാമോദര മേനോൻ എന്നുള്ള നാമം പറഞ്ഞിട്ടല്ല സത്യപ്രതിജ്ഞ ചെയ്തത്. വളരെ ശരിയാണ്. വി.ഡി. സതീശൻ എന്ന് ഞാനെന്ന് പറഞ്ഞു തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് സാധാരണ ഒരു കാര്യമല്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. കാലാകാലങ്ങളോടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് വന്ന് കഷ്ടപ്പെട്ട് വയസ്സാം കാലത്തായിരിക്കും ഇങ്ങനെയുള്ള ഒരു പദവിയിലേക്കൊക്കെ ആൾക്കാർ എത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇതിനു മേളൊരു പദവി കിട്ടാനില്ല ജീവിതത്തിൽ. അപ്പൊ അദ്ദേഹം അത്രയും പ്രൗഡാണ്. അദ്ദേഹത്തിന്റെ അത്രയും പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ് ആണ്. അപ്പൊ അദ്ദേഹം അഭിമാന പുരസ്സരമാണ്. സ്വന്തം അച്ഛന്റെ പേര് പറഞ്ഞ് അദ്ദേഹം, നമ്മുടെ സർനെയിം ആണല്ലോ അത്. അപ്പോൾ അച്ഛന്റെ പേരിലൂടെയാണ് നമ്മുടെ പേരും കിടക്കുന്നത്. സർനെയിമാണ് നമ്മുടെ. അത് കഴിഞ്ഞിട്ടേ നമ്മുടെ പേര് വരുള്ളൂ. നമ്മളിപ്പോ പാസ്പോർട്ടിലൊക്കെ ആണെങ്കിലും സർനെയിമിനാണ് പ്രാധാന്യം. അതുപോലെ അഭിമാന പുരസ്സരം അച്ഛന്റെ പേര് പറഞ്ഞ്, വീട്ടുപേരും അച്ഛന്റെ പേരും കൂടെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽപ്പുറം ഒരു അഭിമാനം വേറെ ഒന്നും ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ അമ്മയും ഇല്ല, അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി.ഡി. സതീശന്റെ. അപ്പോ അദ്ദേഹത്തിന് ഒരു അഭിമാനമാണ്. അച്ഛന്റെ പേരിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അവിടെ നമ്മൾ കാണേണ്ടത്. അതിനകത്ത് ജാതിപരമായോ അങ്ങനെയുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയും നാളും അദ്ദേഹം മതേതരം പറഞ്ഞു നടന്നു. സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മുതൽ സ്വന്തം ജാതി വിളിച്ചു പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിനെ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പൊ വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇത് പറയുന്നു എന്നൊരവസ്ഥയാണ്. വാർത്താ ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങളുടെ ഒരു ദാരിദ്ര്യമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ.